നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73% കടന്ന് പോളിംഗ്. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്താണ് വോട്ടർമാർ ആദിവാസി മേഖലകളിൽ നിന്ന് അടക്കം ബൂത്തുകളിലേക്ക് എത്തിയത്. ഇതോടെ പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആരുടെ വിശ്വാസം യാഥാർത്ഥ്യമാകുമെന്ന് 23-ന് അറിയാം. രാവിലെ മുതൽ മഴ പ്രതിസന്ധിയായി തുടർന്നെങ്കിലും മുന്നണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം. വിശ്രമമില്ലാത്ത പ്രചാരണത്തിന് ഫലം കണ്ടു എന്ന് നിസ്സംശയം പറയാം. കണക്കുകൂട്ടൽ അനുസരിച്ചുള്ള വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും മുന്നണികൾക്കുണ്ട്. വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് 263 ബൂത്തുകളിലും ജനങ്ങൾ ഒഴുകിയെത്തിയത്. 59 പുതിയ ബൂത്തുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ നീണ്ട നിര എവിടെയും ഉണ്ടായില്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇപ്രാവശ്യം 59 പോളിംഗ് സ്റ്റേഷൻ കൂടുതലായിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ പരമാവധി 1100 താഴെയാണ് വോട്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വോട്ടെടുപ്പിനിടെ ചുങ്കത്തറ കുറുമ്പലങ്ങോട് സ്കൂൾ ബൂത്തിലെ UDF LDF സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. LDF പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷം. തിരുനാവായ സ്വദേശികളായ 3 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരളമാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് പോളിംഗ് ശതമാനമുണ്ട്. ഇനി അറിയാനുള്ളത് നിലമ്പൂരിലെ ജനമനസ്സ് ആർക്കൊപ്പമാണെന്നുള്ളതാണ്. അതിനായി ഇനിയും 2 നാൾ കാത്തിരിക്കണം. അമൃത ന്യൂസ്, നിലമ്പൂർ.